തന്റെ ആഗ്രഹചരിത്രം മുഴുവൻ ബാലചന്ദ്രൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രതിഷേധം, അതിന്റെ അവഗണനയും അത് തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള ദേഷ്യമൊക്കെയാണ് ഇത്രയും ദിവസം ബാലചന്ദ്രൻ തന്നോട് തീർത്തതെന്നൊക്കെ മനസ്സിലാക്കുന്ന വൈജയന്തി ബാലചന്ദ്രനോട് മാപ്പിരക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഗംഗാധരന്റെ വായിൽ നിന്ന് തന്നെയാണ് വൈജയന്തി ഈ കാര്യം അറിയുക കേട്ടോ. ബാലചന്ദ്രൻ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് അറ്റാക്കും ഒക്കെ വന്നതും നിന്നോട് ഇങ്ങനെയൊക്കെ അയാൾ പ്രതികരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് ഗംഗാധരനാണ് വൈജയന്തിയോട് തുറന്നു പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് തുടങ്ങാം. അങ്ങനെ ഒരു ദിവസം ഗംഗാധരനെ വിളിക്കുകയാണ് വൈജയന്തി. കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വൈജയന്തി ഗംഗാധരനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗംഗാധരനോട് പറയുന്നുണ്ട്, ഇനി ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല ഗംഗേട്ട, എന്തെങ്കിലുമൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോഴും ബാലേന്ദ്രനെ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇതിന് മാത്രം ഞാൻ ബാലേന്ദ്രനോട് എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ബാലേന്ദ്രനെ എന്നോട് പറഞ്ഞൂടെ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ബാലചന്ദ്രൻ അലിയനെ മതി. ഇത്രയും ഞാനിത് സഹിക്കുക. ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. ഇനി പറ്റില്ല. എനിക്ക് ആ വീട്ടിൽ ഒരു വിലയില്ല ഗംഗേട്ടാ. എന്നോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു ബാലചന്ദ്രൻ. അലീനയ്ക്ക് ഇപ്പോൾ അവിടെ സ്ഥാനം മുഴുവൻ. സ്വന്തം മക്കൾക്ക് പോലും ഇല്ലാത്ത പരിഗണന അലീനയ്ക്ക് അയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചോദിച്ചേ മതിയാവുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. എന്നിട്ട് മതി നിൻ്റെ ഈ ഉറഞ്ഞു തുള്ളലെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. എത്ര നിന്നോട് പറഞ്ഞാലും നിനക്ക് എന്താ മനസ്സിലാവാത്ത വൈജയ്? അയാൾക്ക് കുറച്ച് സമയം കൊടുക്കുക. അയാൾ അതുമായി പൊരുത്തപ്പെട്ട് നിങ്ങളോടൊക്കെ പഴയ പോലെ ആവും. അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു. എന്നിട്ടൊന്നും നിനക്ക് മനസ്സിലായില്ലേ? അവിടുന്ന് പോരുമ്പോൾ ഞാൻ നിന്നെ എത്ര ഉപദേശിച്ചു. അതൊന്നും നിന്റെ തലയിൽ കയറിയില്ലല്ലോ. അവസാനം അയാളെ പിന്നെയും പ്രവോക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത് നീ തന്നെയല്ലേ. നീ പ്രവോക്ക് ചെയ്യാതെ, നീ തട്ടിക്കയറാതെയോ, നീ അയാളെ ശല്യപ്പെടുത്താൻ പോവാതെയൊന്നും ബാലചന്ദ്രൻ ഇങ്ങോട്ട് വന്ന് നിന്നോട് ഇറങ്ങി പോകാനൊന്നും പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നീ അയാളെ വീണ്ടും ശല്യപ്പെടുത്താൻ പോയിട്ടുണ്ടാവും. അയാൾ അയാളുടെ ഇഷ്ടത്തിന് അയാളുടെ വീട്ടിൽ ജീവിച്ചോട്ടെ, നിനക്കത് കണ്ടില്ലെന്ന് നടിച്ചൂടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അതെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുക? നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? ആരെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ? എത്ര വെച്ചിട്ടാ ഞാനിങ്ങനെ അവഗണിക്കപ്പെടുന്നത്? അതൊരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് അയാൾ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ എനിക്കിത് സഹിക്കുന്നില്ല. ഇതെന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ. അവൾ ആരാന്ന് എനിക്ക് അറിയണം. ബാലചന്ദ്രൻ്റെ അവിഹിതത്തിൽ പിറന്ന പെൺകുട്ടി വല്ലതും ആണോ അവൾ? അവളോട് ഇത്ര സ്നേഹവും വാത്സല്യമൊക്കെ ബാലചന്ദ്രന് പെട്ടെന്ന് തോന്നാൻ എന്താ കാരണം? എനിക്കൊക്കെ അറിയണം. ഞാൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. രാജീവിനെയും ശിവേട്ടനെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. 3 ആങ്ങളമാരുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ 3 പേരും ചെന്നിട്ട് ബാലചന്ദ്രനോട് തക്ക മറുപടി കൊടുക്കണം. അങ്ങനെ ചോദിച്ചാലേ അയാൾ മറുപടി പറയുള്ളൂ. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എനിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന് അയാൾക്ക് അറിയണ്ടേന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിന്റെ ഈ സ്വഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നം വൈജയന്തി. ഇത് നിനക്ക് തന്നെ തിരിച്ചു പണിയാവും കേട്ടോ. നീ ഈ അലീനേനെ കുറ്റം പറയുന്നതിനൊക്കെ നീ പശ്ചാത്തപിക്കുന്ന ഒരു ദിവസം വരും. അയാൾ അലീനോട് ഇത്രയൊക്കെ സ്നേഹം കാണിക്കുന്നത് അതിനൊരു കാരണം ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്യുന്നതായിരിക്കാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും മാത്രം എന്നോട് ശത്രുത തോന്നാൻ മാത്രം ഞാൻ ബാലചന്ദ്രനോട് എന്താ ചെയ്തത്? അത് അയാൾക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സഖിയായിട്ടിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, തുറന്നു പറയാം. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം നശിക്കും. നിനക്കിപ്പോൾ കിട്ടുന്ന എല്ലാ പരിഗണനയും നഷ്ടപ്പെടും. നിൻ്റെ എല്ലാ ചരിത്രവും അറിഞ്ഞിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ നിന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജി ചോദിക്കുന്നത്, എന്ത് ഗംഗേട്ടൻ പറഞ്ഞത്? അതെ, നിൻ്റെ ആഗ്രഹചരിത്രം മൊത്തം മനസ്സിലാക്കിയിട്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനൊരു സ്വഭാവത്തിലേക്ക് മാറിയത്. അല്ലെങ്കിൽ പുതിയൊരു ബാലചന്ദ്രനായി മാറിയത് തന്നെ നീ കാരണമാണെന്ന് പറയാൻ കേട്ടോ. സത്യമാണോ ഗംഗേട്ടൻ പറഞ്ഞത്? ഒക്കെ ബാലേന്ദ്രൻ അറിഞ്ഞു ചോദിക്കുന്നുണ്ട്. പേടിച്ചിട്ട് വിഷമിച്ചിട്ട് അപ്പോഴേക്കും വൈജയുടെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അത്ര നേരം ഗാംഭീര്യത്തോട് സംസാരിച്ചിരുന്ന വൈജയുടെ സൗണ്ടൊക്കെ മാറി തുടങ്ങി. സത്യമാണോ ഗംഗേട്ടൻ പറഞ്ഞത് പറയുമ്പോൾ, അതെ, അന്ന് അയാൾ കോയമ്പത്തൂരിക്കൊന്നും അല്ല പോയത്. അയാൾ ഞങ്ങളെ കാണാൻ നീലഗിരിക്കാണ് അന്ന് അയാൾ വന്നത്. ഞങ്ങളോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അയാൾ ഇങ്ങോട്ട് വന്നത്. ഒന്ന് ഉറപ്പിക്കാൻ മാത്രം. അതിന് ശേഷമാണ് അയാൾക്ക് അറ്റാക്ക് വന്നതൊക്കെ. അയാൾ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, ആ ഒരു കുടുംബം മുഴുവൻ അയാളെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയ ബാലേന്ദ്രൻ അറ്റാക്ക് വന്നു. പിന്നെ നമ്മളെ ഒന്നും കാണുന്നത് അയാൾക്ക് ഇഷ്ടമല്ല.
അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വൈജയ്. നീ അയാളെ പിന്നെയും പ്രൊവോക്ക് ചെയ്യാൻ പോയതാണ് പ്രശ്നമായത്. നീ അവിടെ നിൻ്റേതായ രീതിയിൽ ജീവിച്ചു പോയിരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പോരുമ്പോൾ പോലും അയാൾ അതാ പറഞ്ഞത്, നിങ്ങളുടെ അനിയത്തിയോട് എന്നെ ശല്യപ്പെടുത്താൻ വരണ്ടാന്ന് പറയണം, ഞാനായിട്ട് അവളുടെ അടുത്തേക്ക് ഒന്നിനും പോവില്ല എന്ന്. പക്ഷെ നീ അയാൾ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. സമാധാനത്തോടെ അയാളൊന്ന് വിശ്രമിക്കാനോ റെസ്റ്റ് എടുക്കാനോ നീ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഇതുവരെ എത്തിയത്. നിന്റെ 3 മക്കളെ ഓർത്തിട്ടാണ് അയാൾ നിന്നെ ഒന്നും ചെയ്യാതെ വിട്ടിരിക്കുന്നത്. അത് നീ ആലോചിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാതെ ആകെ മരവിച്ച് പോയൊരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ വൈജയന്തി. തൻ്റെ എല്ലാ കഥകളും മനസ്സിലാക്കി ബാലേന്ദ്രൻ. അപ്പോൾ ഇത്രയും കാലം ഞാൻ ബാലേന്ദ്രനെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ബാലേന്ദ്രൻ മനസ്സിലാക്കി. ഇനി എനിക്കൊരു നിലനിൽപ്പില്ല, എൻ്റെ ഒരു ക്യാരക്ടർ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇനി ഞാൻ എങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കും? അയാൾ ഇത്രയും കാലം സ്നേഹിച്ചതും ഭാര്യയായിട്ട് കണ്ടിരുന്നതും ഇങ്ങനെ ഒരു പെണ്ണിനാണെന്ന് അയാൾ അറിയുമ്പോൾ അത് അയാൾക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊക്കെയാണ് ബാലചന്ദ്രൻ എന്നോട് തീർത്തിരുന്നതെന്നൊക്കെ അറിയുമ്പോൾ വൈജയന്തിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. തൻ്റെ മക്കളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു പാസ്റ്റ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ പിന്നെ അവരുടെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അത്രയും ഇതിൽ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഒരു വൈജയന്തി ആയിരിക്കില്ല കേട്ടോ പിന്നീട് നമുക്ക് കാണുക. ഒരു പാവം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാതെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വഭാവം തിരഞ്ഞെടുത്തത് പോലും തൻ്റെ പാസ്റ്റ് ഒന്നും ആരും അറിയരുത് എന്നുള്ളൊരു മനോഭാവത്തിലായിരുന്നു ഇങ്ങനൊരു വേഷം വൈജയന്തി എടുത്ത് അണിഞ്ഞത്. ഇങ്ങനൊരു ശാഠ്യക്കാരി, ഇങ്ങനൊരു ദേഷ്യക്കാരി, എന്തിനും തൊട്ടേനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്ക് വൈജയന്തി മാറിയത് പോലും തനിക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. എന്തൊക്കെ ആയാലും ബാലചന്ദ്രൻ തന്നോട് എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും ബാലചന്ദ്രനോട് പോയി മാപ്പ് പറയണം. കാല് പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും ഇതുവരെ ബാലചന്ദ്രനോട് മറച്ചു വെച്ചതിന് ക്ഷമ ചോദിക്കണം എന്നൊക്കെ മനസ്സിലുറപ്പിച്ചിട്ട് വൈജയന്തി ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനാണെച്ചാൽ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴും ബാലചന്ദ്രൻ റെസ്റ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ബാലചന്ദ്രൻ ഓഫീസിലേക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബാലചന്ദ്രനോട് ഒക്കെ തുറന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഒരാളെയും കല്യാണം കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഒക്കെ തുറന്നു പറയണമെന്ന് പല വട്ടം വിചാരിച്ചതാണ്. പക്ഷെ ബാലചന്ദ്രൻ എന്നെ എങ്ങനെ കരുതും, അതെങ്ങനെ എടുക്കും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ബാലചന്ദ്രൻ ഇതറിയും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇതറിയും എന്നുള്ളൊരു സമാധാനക്കേടിലാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ഒരു സമാധാനം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും കേട്ട ഭാവം ബാലചന്ദ്രൻ നടിക്കുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആ കുഞ്ഞും മരിച്ചുപോയി. പിന്നെ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ പറയുന്നത് കേൾക്കാനേ വഴി ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിനൊന്നും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഒരു കുറ്റബോധത്തോടെയാണ് ഈ നിമിഷം വരെ ഞാൻ ബാലചന്ദ്രൻ്റെ കൂടെ ജീവിച്ചിരുന്നത്. ഒന്ന് ഉള്ളു തുറന്ന് എനിക്ക് ബാലചന്ദ്രനെ സ്നേഹിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒന്ന് പ്രകടിപ്പിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ ശരിയാണ്. ചെയ്ത തെറ്റുകളെ ഞാൻ ബാലചന്ദ്രനിൽ നിന്ന് മറച്ചു വെച്ചത് ഈ കുടുംബം എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് പറയാനൊരു കുടുംബം ഉണ്ടായി തുടങ്ങിയതായിരുന്നു. അതെനിക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനൊന്നും പറയാതിരുന്നത്. ബാലചന്ദ്രൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനെ തട്ടി മാറ്റാൻ പോലെ നീങ്ങി നിൽക്കുകയാണ് ചെയ്യുക കേട്ടോ. എനിക്കറിയാം ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ബാലന് എന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. എനിക്ക് വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ. നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതറിഞ്ഞ നിമിഷം എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ആ അറ്റാക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നീ മരിച്ചിരിക്കും. ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കണമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു കുടുംബജീവിതം കിട്ടിയപ്പോൾ അത് നഷ്ടപ്പെടുത്തരുതെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും തുറന്നു പറയാതിരുന്നത്. എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും വെറുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞിട്ട് വൈജയന്തി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ബാലചന്ദ്രൻ്റെ പാവം തോന്നുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ്റെ മനസ്സൊക്കെ ഒന്ന് അലിയും. കാരണം ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണമാവും ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ബാലചന്ദ്രൻ്റെ മനസ്സൊക്കെ ഒന്ന് അലിയുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.